നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പെട്ടുപോയതുപോലെ തോന്നുന്നുണ്ടോ? ഒരു ലൂപ്പിൽ കറങ്ങുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നും രാവിലെ എണീക്കുന്നു, ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, പിന്നെയും വരുന്നു, സ്ക്രോൾ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത് നിങ്ങളെ മടുപ്പിച്ചിട്ടില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം തോന്നില്ലേ? അതിനാണ് ഈ ചാനൽ ഇവിടെ ഉള്ളത്. വെൽക്കം ടു ദി വെരി ഫസ്റ്റ് വീഡിയോ ഓഫ് ബ്രോനോസ്. നിങ്ങൾ എന്തൊക്കെയാണ് ഡെയിലി ചെയ്യാറ്? രാവിലെ എണീക്കുന്നു, അതേപോലെ തന്നെ കുറേ നേരം ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു, അതിനുശേഷം സാധാരണ കാര്യങ്ങൾ പോലെ എല്ലാ ദിവസവും സെയിം കാര്യങ്ങൾ ചെയ്ത് പോകുന്നു. ആദ്യമേ കുറച്ച് നാളൊക്കെ ഇത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല നമ്മൾ സ്റ്റക്കാന്നുള്ള കാര്യം. പക്ഷേ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ സ്റ്റക്കായി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, അങ്ങനെ ഒരു തോട്ടാണ് നിങ്ങളെ അലട്ടുന്നതെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് യുവർ എൻവയോൺമെൻറ്റ്. അതായത് നിങ്ങളുടെ സാഹചര്യത്തിനെ, നിങ്ങളുടെ ചുറ്റിനുമുള്ള സാഹചര്യത്തിനെ ചേഞ്ച് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് എടുക്കേണ്ട സ്റ്റെപ്പ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ എനിക്ക് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യാമെന്ന്. അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള ഏറ്റവും ചെറിയ സാധനങ്ങൾ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ കട്ടിൽ, അതേപോലെ തന്നെ ടേബിള്, ഷെൽഫ്, ഇതിനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും കടന്ന സെയിം പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ആ റൂമിലുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ആദ്യമേ തന്നെ ഒരു ചേഞ്ച് ചെയ്യുക. അത് നിങ്ങളെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അതായത് ഒരു എൻവയോൺമെൻറ്റ് നിങ്ങളെ സൈലൻ്റ്ലി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഈ ലൂപ്പിൽ പെട്ട് കിടക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു കാരണം ഈ സൈലൻ്റ്ലി ആയിട്ടുള്ള കൺട്രോളിങ് ആണ്. അപ്പോൾ ഈ പുതിയതായിട്ട് വന്നേക്കുന്ന ചേഞ്ചസ് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ചേഞ്ച് ആക്കും. ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഒന്നും കൂടെ തുടങ്ങാം, അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുക. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. ഇതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. ഈ ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡിക്ഷൻസോ അല്ലെങ്കിൽ നമ്മൾ ഈ ലൂപ്പിൽ പെട്ട് കിടക്കുകയാണെന്നുള്ള ആ തോട്ട്, അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. അതായത് ഐ എം നോട്ട് സ്റ്റക്ക്, ഞാൻ സ്റ്റക്കല്ല, എനിക്ക് ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളോട് തന്നെ പറയാൻ തുടങ്ങണം. ആ ഒരു കാര്യത്തിനകത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവും. അതായത് ഇത്ര നാൾ കുടുങ്ങി കിടക്കുമായിരുന്നു, നമ്മൾ ഒരു ലൂപ്പിലായിരുന്നു. ഈ ഒരു മൈൻഡിൽ നിന്ന് നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവും. ഈ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തുള്ള അഫർമേഷൻസ് പറയുക. അതായത് ഐ എം നോട്ട് സ്റ്റക്ക്, ഞാനിവിടെ സ്റ്റക്കല്ല, എനിക്ക് ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനി എനിക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഈ അഫർമേഷൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയണം. പിന്നെ നിങ്ങൾക്ക് ഡോപ്പമിൻ കിക്ക് കിട്ടുന്നത്, നിങ്ങളുടെ തലച്ചോറിന് കിട്ടുന്ന ഡോപ്പമിൻ, ഈ ഡോപ്പമിനാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടീവ് നമുക്ക് തരുന്നത്. ഈ ഡോപ്പമിൻ കിക്ക് കിട്ടുന്ന എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. പക്ഷെ അത് ഇത്രയും നാളും ഫോളോ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മെഡിറ്റേഷൻ ചിലപ്പോൾ വർക്ക് ചെയ്തൊന്നും വരില്ല. അതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ നടക്കാൻ പോവാം. അങ്ങനെ ചെറിയ ഡോപ്പമീൻ നമുക്ക് കിട്ടുന്നത്. ഇനി എല്ലാം പോട്ടെ, ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ലെങ്കിൽ എന്നും രാവിലെ എണീക്കുമ്പോൾ എണീറ്റ ബെഡിൻ്റെ ബെഡ്ഷീറ്റ് മാത്രം ഒന്ന് മടക്കിയിടുക. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഫസ്റ്റ് കാര്യമായിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡോപ്പമീൻ കിക്ക് കിട്ടും. അത് 1-2 ദിവസം ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് ജീവിതത്തിൽ ഒരു ചേഞ്ചും വരില്ല. ഇത് നിങ്ങൾ സ്ഥിരം ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. ഈ സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിൽ അത് എപ്പോഴും സ്റ്റഡി ആയിരിക്കും. പിന്നെ ഈ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അഡിക്ഷൻസ് ഉൾപ്പെടും, ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്. പക്ഷെ ഒന്നിനും ടെൻഷൻ അടിക്കണ്ട, ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. സോ ഈ വീഡിയോ ഒരു തുടക്കം മാത്രമാണ്. ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ടൊരു മാറ്റം വേണം, അല്ലെങ്കിൽ നിങ്ങൾ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടാം. സോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ടു അവർ ന്യൂ ചാനൽ ബ്രോനോസ്. ഇതേപോലത്തുള്ള നല്ല കണ്ടൻറ്റുകൾക്കായിട്ട് ഫോളോ ചെയ്യുക.